ലോകത്തിലെ 36 രാജ്യങ്ങളിലെ ജനങ്ങളോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ലഭിച്ച മറുപടികൾ ഇനി ഇന്ത്യക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കാരണം ഇത് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാർ പറഞ്ഞ അഭിപ്രായമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. 45% ആളുകൾ ഇന്ത്യയെ അനുകൂലമായി കാണുന്നു. ഇന്ത്യയെ പ്രതികൂലമായി കാണുന്നവരാകട്ടെ 41%. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ കണക്കായി തോന്നാം. പക്ഷേ സുഹൃത്തുക്കളെ, ഈ കണക്കിന് പിന്നിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ നേടിയെടുത്ത മാറ്റത്തിന്റെ വലിയൊരു കഥയുണ്ട്. ഒരിക്കൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദാരിദ്ര്യം, ജനസംഖ്യ, വികസ്വര രാജ്യം തുടങ്ങിയ വാക്കുകളായിരുന്നു കൂടുതലായി ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ പണമിടപാട്, വൻകിട അടിസ്ഥാന സൗകര്യങ്ങൾ, വളരുന്ന സമ്പദ് വ്യവസ്ഥ, ശക്തമായ പ്രതിരോധ ശേഷി, ആഗോള നയതന്ത്രം, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ലോകത്തിന്റെ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? 2014 ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ചോദ്യം ഒഴിവാക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിലും ലോകവേദിയിലെ ഇന്ത്യയുടെ സ്ഥാനത്തും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം മുന്നോട്ട് വെച്ച വികസന ലക്ഷ്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വ്യാപനവും പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ശ്രമങ്ങളും ബഹിരാകാശ രംഗത്തെ മുന്നേറ്റങ്ങളും ഇന്ത്യയുടെ ആഗോള ബന്ധങ്ങളിലെ മാറ്റങ്ങളും എല്ലാം ചേർന്നാണ് ഇന്നത്തെ ഇന്ത്യയുടെ പുതിയ ചിത്രം രൂപപ്പെട്ടത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് രൂപപ്പെടുന്ന പുതിയ കാഴ്ചപ്പാട്. ശ്രീലങ്കയിൽ 79% ആളുകളും ഇന്ത്യയെ അനുകൂലമായി കാണുന്നു. കെനിയയിലും ബ്രിട്ടനിലും 71% വീതം ആളുകൾ ഇന്ത്യയെ അനുകൂലിക്കുന്നു. ജർമ്മനിയിൽ 63%, ഇസ്രായേലിന്റെ 60%, ഇറ്റാലിയയിൽ നിന്ന് 56%, സ്വീഡനിൽ 55%, ജപ്പാനിലും 55% ആളുകൾ ഇന്ത്യയെ അനുകൂലമായി കാണുന്നു. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇതൊരു രാജ്യത്തിന്റെ മാത്രം അഭിപ്രായമല്ല. ഏഷ്യയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയെക്കുറിച്ച് പോസിറ്റീവായ കാഴ്ചപ്പാട് വരുന്നുവെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ലോകം മുഴുവൻ ഇന്ത്യയെ അനുകൂലിക്കുന്നു എന്നതല്ല. അത് പറയുന്നത് ശരിയുമല്ല. ബംഗ്ലാദേശിൽ 51% പേർ ഇന്ത്യയെ പ്രതികൂലമായി കാണുന്നു. പാകിസ്ഥാനിൽ 91% ആളുകളും ഇന്ത്യയെ പ്രതികൂലമായി കാണുന്നു. സ്വാഭാവികം. അമേരിക്കയിലും അഭിപ്രായം സമ്മിശ്രമാണ്. പക്ഷെ അതിനിടയിലും ഒരു വലിയ കാര്യം ശ്രദ്ധിക്കണം. 36 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ ഈ പഠനത്തിൽ ഇന്ത്യയെ അനുകൂലമായി കാണുന്നവരാണ് ഏറ്റവും വലിയ വിഭാഗം. അപ്പോൾ വീണ്ടും ചോദിക്കേണ്ടി വരും, ഇന്ത്യയുടെ പ്രതിച്ഛായയിൽ ഈ മാറ്റം എങ്ങനെ വന്നു? ഇവിടെയാണ് 2014 ശേഷമുള്ള ഇന്ത്യയുടെ കഥ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഒരു സാധാരണക്കാരന് പണം അയക്കാനോ സ്വീകരിക്കാനോ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഒരു ചെറിയ കടക്കാരന്റെ കയ്യിലും വലിയ സ്ഥാപനങ്ങളുടെ കയ്യിലും ഒരുപോലെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളുണ്ട്. കൈവശമുള്ള ഒരു ചെറിയ ഫോണിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ പണം കൈമാറാൻ കഴിയുന്ന ഇന്ത്യയാണ് ഇന്ന് ലോകത്തിന് മുന്നിലുള്ളത്. ഇത് വെറും സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല, ഇന്ത്യയുടെ ഭരണ സംവിധാനവും സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന വലിയ മാറ്റം കൂടിയാണ്. ഇനി അതുപോലെ തന്നെ നോക്കൂ, രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ വേഗത്തിലുള്ള പാതകൾ, പുതിയ വിമാനത്താവളങ്ങൾ, മെച്ചപ്പെടുന്ന റെയിൽവേ സംവിധാനങ്ങൾ, നഗരങ്ങളിൽ പുതിയ മെട്രോ പാതകൾ, ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ റോഡുകൾ, ഇതെല്ലാം ഒരുമിച്ച് നോക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ മാറ്റത്തിന്റെ വലുപ്പം മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ത്യയുടെ മാറ്റം റോഡുകളിലും കെട്ടിടങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. ലോകവേദിയിൽ ഇന്ത്യ സംസാരിക്കുന്ന രീതിയിലും ഒരു വലിയ മാറ്റമുണ്ട്. അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇസ്രായേലുമായും അറബ് രാജ്യങ്ങളുമായും ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും ഒരേ സമയം ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ ശ്രമിച്ചു. ആരുടെയും പൂർണ്ണമായ പക്ഷത്ത് മാത്രം നിൽക്കാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഓരോ രാജ്യവുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന മാറ്റം. ലോകത്തിലെ വലിയ ശക്തികളുമായി സൗഹൃദം വേണം, പക്ഷേ ഇന്ത്യയുടെ താല്പര്യം വിട്ടുകൊടുത്തുകൊണ്ടാകരുത്.
എല്ലാ രാജ്യങ്ങളുമായി ബന്ധം വേണം, പക്ഷേ ഇന്ത്യയുടെ തീരുമാനങ്ങൾ മറ്റാരും നിർണ്ണയിക്കരുത്. ഈ ചിന്തയാണ് പുതിയ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ പ്രത്യേകതയായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യയെ ഒരു വലിയ വിപണിയായി മാത്രം കാണാത്തത്. ഒരു പ്രധാന പങ്കാളിയായും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായും സാങ്കേതിക വിദ്യയിൽ മുന്നേറുന്ന രാജ്യമായും ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തിയായും ഇന്ത്യയെ കാണുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന്റെ പങ്കിനെ കുറിച്ച് സംസാരിക്കാതെ ഈ കഥ പൂർത്തിയാകില്ല. 2014 ശേഷം ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും ലോകവേദിയിലെ ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ചും വലിയൊരു ആത്മവിശ്വാസമാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് മുന്നോട്ട് വന്നത്. ഇന്ത്യക്ക് കഴിയുമെന്ന വിശ്വാസം കൂടുതൽ ശക്തമായി അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ ഫലമായി ഇന്ത്യയുടെ സ്വന്തം കഴിവുകളെ ലോകത്തിനു മുന്നിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടങ്ങൾ നോക്കൂ. ചന്ദ്രയാൻ ദൗത്യം മുതൽ സൂര്യനെ പഠിക്കാനുള്ള ദൗത്യം വരെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രതിരോധ മേഖലയിൽ സ്വന്തം ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി. രാജ്യത്തിനകത്ത് നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വന്നു. പുതിയ സംരംഭങ്ങൾ വളരാൻ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവയെല്ലാം ചേർന്നാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പുതിയ മുഖം ഇന്ന് രൂപപ്പെട്ടത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം മറക്കരുത്. ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, കർഷകരുടെ പ്രശ്നങ്ങൾ, വരുമാനത്തിലെ വ്യത്യാസം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് പരിഹരിക്കാനുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന് പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ രാജ്യം മുന്നേറുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇന്ത്യ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നതും ഇനി എവിടേക്ക് പോകണം എന്നതും ഒരുമിച്ച് കാണണം. ഇതാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെക്കുറിച്ച് വരുന്ന ഈ അനുകൂല പ്രതികരണങ്ങൾ അതുകൊണ്ട് തന്നെ പ്രധാനമാണ്. കാരണം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സ്വയം പറയുന്ന കഥയല്ല ഇത്. ലോകം ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കഥയാണ്. 2014 മുമ്പുണ്ടായിരുന്ന ഇന്ത്യയെ മറക്കേണ്ടതില്ല. ആ ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ അടിത്തറ പാകിയതെന്ന് പറയാം. പക്ഷേ 2014 ശേഷം ഇന്ത്യ കൈവരിച്ച വേഗതയും ലോകവേദിയിൽ ഇന്ത്യ നേടിയെടുത്ത ആത്മവിശ്വാസവും അത് നിഷേധിക്കാനും കഴിയില്ല. കാരണം ഇന്ന് ഒരുപാട് മാറി. ഇന്ന് ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ യുവതലമുറയെ ശ്രദ്ധിക്കുന്നു. അതിനാലാണ് ഈ 36 രാജ്യങ്ങളുടെ സർവേ ഫലം വെറുമൊരു കണക്കായി കാണാൻ കഴിയാത്തത്. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മറ്റൊരു അടയാളമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും ഇന്ത്യയിലുണ്ടാകും. അത് ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം 2014 നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് യാത്ര വളരെ ദൂരം പിന്നിട്ടു. പക്ഷേ യാത്ര അവസാനിച്ചിട്ടില്ല. ലക്ഷ്യം അതിലും വലുതാണ്. ഇനിയും ശക്തമായ ഒരു ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് മാറ്റുക എന്നതാണ് ലക്ഷ്യം. ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു ഇന്ത്യ, അതാണ് ഇനി ഇന്ത്യയുടെ സ്വപ്നം. പക്ഷേ സുഹൃത്തുക്കളെ, ഈ സർവേയുടെ യഥാർത്ഥ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 36 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകളോട് ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയെ അനുകൂലമായി കാണുന്നവരാണ് ഏറ്റവും വലിയ വിഭാഗമായി മാറിയത്. ഇത് വെറുമൊരു ശതമാനക്കണക്കല്ല. ഇന്ത്യയെക്കുറിച്ച് ലോകത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വിശ്വാസത്തിന്റെ ഒരു വലിയ സൂചനയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശ്രീലങ്കയിൽ 79% ആളുകൾ ഇന്ത്യയെ അനുകൂലമായി കാണുന്നു. ബ്രിട്ടനിലും കെനിയയിലും 71%, ജർമ്മനിയിൽ 63%, ഇസ്രായേലിൽ 60%, ജപ്പാനിലും തായ്ലൻഡിലും 55%. അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ അനുകൂല മനോഭാവം ഒരു രാജ്യത്തോ ഒരു ഭൂഖണ്ഡത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമെല്ലാം ഇന്ത്യക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ വരികയാണ്. ഇത് ചെറിയ നേട്ടമാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ. ഇതൊരു ചെറിയ നേട്ടമല്ല. കാരണം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും സാമ്പത്തിക ശക്തിയുണ്ട്, സൈനിക ശക്തിയുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. പക്ഷെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഒരേ സമയം അനുകൂലമായ ഒരു ആഗോള പ്രതിച്ഛായ രൂപപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ സൈനിക ആയുധങ്ങളിൽ മാത്രം അളക്കാൻ കഴിയില്ല. സമ്പത്തിന്റെ വലുപ്പത്തിൽ മാത്രം അളക്കാനും കഴിയില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാധാരണ മനുഷ്യർ ആ രാജ്യത്തെ എങ്ങനെ കാണുന്നു എന്നതും ഒരു രാജ്യത്തിന്റെ ശക്തിയുടെ ഭാഗമാണ്. ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോടെയും പ്രതീക്ഷയോടെയും നോക്കുന്ന ഒരു പുതിയ തലമുറ രൂപപ്പെടുകയാണ്.
ഇതിനു പിന്നിൽ എന്താണ്? ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയാണ്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റമാണ്, ലോകവേദിയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സ്വതന്ത്രമായ നിലപാടുകളാണ്. ഇതെല്ലാം ചേർന്നാണ് ഇന്ത്യയുടെ പുതിയ പ്രതിച്ഛായ രൂപപ്പെടുന്നത്. 2014 ശേഷം ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ആത്മവിശ്വാസത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ലോകം എന്തു പറയും എന്നതിൽ നിന്ന് ഇന്ത്യയുടെ താല്പര്യം എന്താണ് എന്ന ചോദ്യത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്പുമായും ഇസ്രായേലുമായും അറബ് രാജ്യങ്ങളുമായും ഒരേ സമയം ഇന്ത്യക്ക് ശക്തമായ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന നേതാവാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അങ്ങനെ തന്നെ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഇവരൊക്കെ സ്വന്തം രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലോകവേദിയിൽ ശക്തമായി നിലകൊള്ളുന്ന നേതാക്കളാണ്. ഇന്ത്യക്കും അതേ അവകാശമുണ്ട്. ഇന്ന് ലോകത്തിലെ വൻ ശക്തികളുമായി ഒരേ മേശയിലിരുന്ന് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം തുറന്നു പറയാൻ കഴിയുന്ന ഇന്ത്യയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. മറ്റൊരു രാജ്യത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഇന്ത്യയല്ല, സ്വന്തം നിലപാടുമായി ലോകവേദിയിൽ നിൽക്കുന്ന ഇന്ത്യ. അതുകൊണ്ടാണ് 36 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ അഭിപ്രായങ്ങൾ ഇത്രയും പ്രധാനമാകുന്നത്. ഇത് ഇന്ത്യക്ക് കിട്ടിയ ഒരു ചെറിയ പ്രശംസയല്ല, ഇത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വളരുന്നതിൻ്റെ ഒരു സൂചനയാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.